ഒരു തോട്ട് തന്നെ ഒരുപാട് തവണ അത് റിപ്പീറ്റഡ് ആയി ആലോചിക്കും, ഒരുപാട് ഫീലിങ്സ് ആയി കൊടുക്കും. അതിനൊരു ഫോം ഉണ്ടാവും, തോട്ട് ഫോം. അതൊരു സബ്സ്റ്റൻസ് തന്നെയാണ്. ഒരു ജീവിസൊക്കെ പറഞ്ഞ പോലെ ഒരു എൻറ്റിറ്റി എന്ന ലെവലിലേക്ക് അത് മാറും. അപ്പം റിയാലിറ്റിയായി മാറും. അതാണ് പിന്നെ ഓർഡറൊക്കെ സംഭവം. ഓർഡറൊക്കെ ഡീപ്പർ ടീച്ചിങ്സ് ആണ് ഞാൻ പറയുന്നത്. ഈ സംഭവമാണ് പിന്നെ അത് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാനെ കൊണ്ടുവരുന്നത്. പക്ഷെ അത് നമ്മുടെ ആൾക്കാർ അധികം ചെയ്യുന്ന നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ആണ്. ഒരു ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ കൊടുക്കും. അപ്പോൾ പക്ഷെ അത് മനുഷ്യൻ അതിന് യൂസ്ഡ് ആയതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെയാണ്. നമുക്ക് അറിയില്ല നമ്മുടെ തോട്ടിന്റെ പവർ എന്താ. അത് ഇപ്പം നമുക്കത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളെ തോട്ട് എങ്ങനെയാണ്, ഇതിന്റെ പവർ ഇത്രയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു നെഗറ്റീവ് തോട്ട് കൂടുതൽ ചിന്തിക്കാൻ നിൽക്കുന്ന മനുഷ്യനാണ്. അൺസർട്ടനിറ്റിയാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ. നാളെ ഇപ്പം എന്ത് സംഭവിക്കുന്നറിയില്ല. പക്ഷെ എന്ത് തോട്ട് വന്നാലും നമുക്കറിയാം ഇതെങ്ങനെയെങ്കിലും പോസിറ്റീവ് ആക്കിയാൽ. അപ്പോൾ ആ ഒരു കോൺഷ്യസ് എഫേർട്ട് നമ്മൾ എടുക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എന്തെങ്കിലും പ്രശ്നം ബ്രേക്കപ്പ് വന്ന് അതിനെക്കുറിച്ച് നെഗറ്റീവ് അടിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നെഗറ്റീവ് സാഡ് സ്റ്റാറ്റസ് വാട്സപ്പിലിട്ട് ആ സാഡ് സ്റ്റാറ്റസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുന്നതാണ്. പിന്നെ ആ ഒരു നെഗറ്റീവ് സിനാരിയോസ് കാരണം നിങ്ങളെ പിറ്റേന്ന് ചിലപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ഓഫീസിലൊരു പ്രശ്നം ഉണ്ടാവും. കാരണം എന്താ പറയുക, നിങ്ങൾ ഒരു 3-4 ദിവസം നെഗറ്റീവ് അടിച്ച് ഇത്രയും നെഗറ്റീവ് വൈബ്രേഷനാണ് യൂണിവേഴ്സിന് കൊടുത്തത്. അതായിട്ട് അതിനോടൊരു ബന്ധം ഒരു ഓഫീസിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, പിന്നെ വേറെ സ്ഥലത്ത് വേറെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ കൊടുത്ത വൈബ്രേഷൻ കാരണമാണ് തിരിച്ചടി വരുന്നത്. തിരിച്ചടി വരുന്നത്.